പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ പറയാം, കുണുമോൾ ഫാൻസ് ഉണ്ടെങ്കിൽ ആദ്യമേ സ്കിപ്പ് അടിച്ച് പോക്കോ. കാരണം ഇത് മറ്റേ കുണുമോളെ പൊക്കി പറയാനുള്ള വീഡിയോ ഒന്നുമല്ല. നല്ല പോലെ ഡീഗ്രേഡ് ചെയ്യും എന്നല്ല പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ എന്തായാലും ഞാൻ പറയും. കാരണം ആ രീതിക്കായിരിക്കും ഈ വീഡിയോ പോകുന്നത്. അതുകൊണ്ട് കുണുമോൾ ഫാൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യമേ അങ്ങ് സ്കിപ്പ് ചെയ്ത് പൊക്കോ. പിന്നെ ഇത് ആരും വൈറ്റ് വാഷ് ചെയ്യാനും ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ അല്ല. കാണുന്നവർക്ക് ബിഗ് ബോസ് കണ്ട് ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്ന് എല്ലാവരെയും നല്ല രീതിക്ക് ആ ഷോ പോകണം, അല്ലെങ്കിൽ നല്ല രീതിക്ക് ആ ഷോ കണ്ട് തീർക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇവിടെ ഇത് കണ്ടാൽ മതി ഈ വീഡിയോ. അല്ലാത്തവർ സ്കിപ്പ് അടിച്ച് പൊക്കോ, ഒരു പ്രശ്നവുമില്ല. ഈ അനുമോള് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, എൻ്റെ മുമ്പ് ഇത്രയും വൃത്തികെട്ട ഒരു പ്ലെയർ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കണം. എല്ലാവരുടെയും ലൈഫ് വെച്ച്, അതും വീട്ടുകാരെ വെച്ചാണ് പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രയ്ക്കും വൃത്തികെട്ടൊരു ഗെയിമർ അനുമോള്. പറയാതിരിക്കാൻ വയ്യ. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാട്ടുകാരിയാണെന്ന്. അത് പറയാൻ എനിക്ക് നാണക്കേടാണ്. അമ്മാതിരി രീതിയിലാണ് അതിൻ്റെ അകത്ത് വൃത്തികെട്ട പ്ലേ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട പ്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പി ആറിൻ്റെ ബലം കൊണ്ടും ഒരു ടാസ്കും ജയിക്കാതെ അതിൻ്റെ അകത്ത് നിൽക്കണമെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പി ആറിന് എത്ര രൂപ കൊടുത്തെന്ന്. എനിക്ക് പറഞ്ഞാൽ ഇനി ബിഗ് ബോസിലോട്ട് കയറാൻ ആഗ്രഹമുള്ളവർ ഈ പി ആറിനൊന്ന് കൺസൾട്ട് ചെയ്യുക. ഫ്രീ ആയിട്ടൊരു പ്രൊമോഷനാണ് ഞാൻ കൊടുക്കുന്നത്. ഈ പി ആർ ആരാണോ അവരെ പോയി കൺസൾട്ട് ചെയ്യുക. കാരണം അനുമോട് ഇത്രയും വൃത്തികെട്ട ഒരു ഗെയിം കളിച്ചിട്ടും അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ പി ആർ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അനുമോള് പി ആർ ഒന്നീ അനുമോള് സെറ്റ് ചെയ്ത്, അതായത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഗെയിം കളിക്കാൻ പോകുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ വീഡിയോ പുറത്ത് വിട്ടോളൂ എന്നായിരിക്കും അനുമോൾ പറഞ്ഞത്. അല്ലെങ്കിൽ പി ആർ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്, അനുമോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയണം, സെൻറ്റിമെൻറ്റ്സ് ഇറക്കണം, ബാക്കിയുള്ളവരെ ലൈഫിൽ കയറി കളിക്കണം. എങ്കിലേ, കാരണം കണ്ടൻറ്റ് വേണ്ടേ, പുറത്ത് കണ്ടൻറ്റ് അനുമോൾ വിട്ടാലല്ലേ പി ആർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഡീലിലായിരിക്കും അവർ കയറിയിരിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാ വീഡിയോസിലും കാണുന്നതാണ്, എല്ലാ വീഡിയോസിലല്ല എല്ലാ എപ്പിസോഡിലും കാണുന്നതാണ്. ചെറിയൊരു ഇഷ്യൂ വന്നാൽ തന്നെ അനുമോൾ കരഞ്ഞ് വിളിച്ച് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. അങ്ങനെയാണ് എൻ്റെ നേച്ചർ, ഞാൻ പെട്ടെന്ന് ഇമോഷണലി ഇങ്ങനെ ആയിപ്പോവും എന്നൊക്കെയാണ് അനുമോൾ തള്ളി വെച്ചേക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ലാലേട്ടനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യൻ അവിടെ നിന്ന് നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്ന് വരെ ചോദിച്ചു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അത്രയ്ക്ക് നീതിയിൽ സംസാരിച്ചിട്ട് പോലും അനുമോളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വന്നിട്ടില്ല. ഇമോഷണലി അത്ര സ്ട്രോങ് അല്ലാത്ത ഒരാളുടെ കണ്ണിൽ നിന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ, അതും അങ്ങനത്തെ ഒരാൾ ഇത്രയും മുമ്പിൽ വെച്ച് ചോദിക്കുമ്പോൾ കരയുമോ ഇല്ലയോ. അന്ന് എനിക്ക് മനസ്സിലായി അനുമോൾ വെറും ഫേക്കാണെന്ന്. ഫേക്ക് ഡ്രാമ ക്വീൻ, പറയാതിരിക്കാൻ വയ്യ. അതിനകത്ത് പി ആറിൻ്റെ നമ്പർ ടിഷ്യൂല്, പി ആറിൻ്റെ നമ്പറാണെന്ന് പറഞ്ഞിട്ടില്ല, അതിൽ നമ്പർ ടിഷ്യൂൽ എഴുതി കൊടുക്കുന്നു. ആദിൽ ഔട്ടായി പുറത്ത് പോയി നൂറെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്പർ എഴുതി കൊടുക്കുന്നു. ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഇത്ര പൈസ കൊടുത്താൽ മതി. ആരുടെ നമ്പറാണെന്നൊന്നും ഒരു പിടിയില്ല. മേ ബി വീട്ടുകാരുടെ ആവാം, പി ആറിൻ്റെ ആവാം, ഒരു പിടിയില്ല. ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുക്കുന്നു. അതിൻ്റെ ലിപ്സ്റ്റിക്ക് വെച്ചാണ് എഴുതി കൊടുക്കുന്നത്. ലിപ്സ്റ്റിക്ക്, കണ്ണെഴുതുന്ന സാധനങ്ങൾ, ഇതൊക്കെ വെച്ചാണ് എഴുതി കൊടുക്കുന്നത്. ഇത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഈ പോക്കാണെങ്കിൽ അടുത്ത സീസൺ തൊട്ട് ഡ്രസ്സിങ് റൂമിൽ വരെ ക്യാമറ വയ്ക്കേണ്ടി വരും. കാരണം അമ്മാതിരി ഊളത്തരങ്ങളാണ് അതിൻ്റെ അത് കാണിച്ചു വെച്ചേക്കുന്നത്. കാരണം ഡ്രസ്സിങ് റൂം മാത്രമാണ് ക്യാമറ ഇല്ലാത്തൊരു സ്ഥലം, അവിടെ വയ്ക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഇനിയിപ്പോൾ അടുത്ത സീസണിൽ, ഞാനിപ്പോൾ ചുമ്മാ ഒരു ഫ്ലോയിൽ അങ്ങ് സർക്കാസത്തിൽ പറഞ്ഞതാണ്, അടുത്ത സീസണിലും അത് വെക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തുവാ, ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്പർ എഴുതി കൊടുക്കുകയാണ് ക്യാമറ ഇല്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട്. അവർ തന്നെ അതിൻ്റെ അകത്ത് പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. ഈ അനുമോൾ മാത്രമല്ല, ആദില, നൂറ, അനുമോൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഡ്രസ്സിങ് റൂമിൻ്റെ അകത്ത് വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ചെവിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഡ്രസ്സിങ് റൂം ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞതാണ്, ഇത് ഈ ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളവരെ ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ അകത്ത് നടക്കുന്ന പലതും പുറത്ത് വരുന്നില്ല. അത് മറ്റൊരു സത്യമാണ്. അല്ലേ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. കാരണം ഈ ഒരു കാര്യമൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അതായത് ഇങ്ങനെ എഴുതി കൊടുക്കുന്നത്, അതിൽ പറയുന്ന പല കാര്യങ്ങളും ആരും അറിഞ്ഞിട്ടില്ല, എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ലൈവിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ലൈവിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതൊക്കെ പൊങ്ങി വന്നേനെ. ഉറപ്പായിട്ടും കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അറിയാൻ പറ്റത്തില്ല. ഇവരെല്ലാവരും കൂടെ മയക്കൂരി വെച്ച് അതിൻ്റെ അകത്ത് കയറി എങ്ങനെ അറിയാനാണ് ഈ ചെവിക്കകത്ത് ഇങ്ങനെ ഇത്രയും സംസാരിച്ച് എനിക്ക് തോന്നുന്നില്ല അവർക്ക് കേൾക്കാൻ പറ്റുമെന്ന്. അതുപോലെ ഈ എഴുതി കൊടുത്താൽ എങ്ങനെ അറിയും, ഓരോന്നും ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്താൽ എങ്ങനെ അറിയും.
നിങ്ങൾ സ്പോൺസർഷിപ്പിന് വേണ്ടി വെച്ചേക്കുന്നതായിരിക്കും. ബിഗ് ബോസ് ടീമിൻ്റെ അടുത്താണ് എനിക്ക് സംസാരിക്കാനുള്ളത്. സ്പോൺസർഷിപ്പിന് വേണ്ടി വെച്ചേക്കുന്ന സാധനമായിരിക്കും അത്. ഇത് ഇങ്ങനത്തെ വൃത്തികെട്ട രീതിയിൽ ഗെയിം കളിക്കുന്നവർ ഇങ്ങനെ യൂസ് ചെയ്തു അത്. കഴിഞ്ഞ വർഷം ജിൻഡോ എന്തോ ഇങ്ങനെ ഒരു അലിഗേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഫേക്ക് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ അങ്ങനെ ഒരു അലിഗേഷൻ നടത്തി ഒരു ക്ലൂ ഇട്ട് കൊടുത്തു ശരിക്കും പറഞ്ഞാൽ. അതിനുശേഷമാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അനുമോൾക്ക് തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഈ കുരുട്ട് ബുദ്ധിയിലെ രാക്ഷസിയാണ്, പറയാതിരിക്കാൻ വയ്യ. എൻ്റെ അമ്മ പി ആറൊക്കെ ഉണ്ട്, ഓക്കെ, എല്ലാവർക്കും പി ആർ ഉണ്ട്. ആ ഒറ്റ ബലത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ അത് കാണിച്ചു കൂട്ടിയത്. എത്ര പേരുടെ ഫാമിലി വെച്ചാണ് കളിച്ചത്. ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഇനിയെങ്കിലും വോട്ടെങ്കിലും കൊടുക്കുമ്പോൾ ജസ്റ്റ് ഡിസേർവിങ് ആയിട്ടുള്ളവർക്ക് വോട്ട് കൊടുക്കുക. എല്ലാവരും അതിൻ്റെ അകത്ത് പെർഫെക്റ്റ് ആൾക്കാരെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുപോലുള്ള വൃത്തികെട്ടെന്ന് പറഞ്ഞാൽ ഈ സദാചാരം, വാ തുറന്ന സദാചാരം പറയുള്ളൂ. എന്നിട്ട് അനുമോൾ എന്തെങ്കിലും അങ്ങോട്ട് കാണിച്ചാൽ അത് തമാശയും. പിന്നീട് ആർ ജെ ബിന്നിയുടെ കാര്യത്തിലും അപ്പാനിയുടെ കാര്യത്തിലും അവർ പറയുന്നുണ്ട്, ഇങ്ങനെ കൈ പിടിച്ചിരുന്ന ആളുകൾ എന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിക്കും, ഇങ്ങനെ വിചാരിക്കും, അവനൊരു ഫാമിലി ഉള്ളതല്ലേ, അവർക്കൊരു ഫാമിലി ഉള്ളതല്ലേ. ഇതൊക്കെയാണ് അനുമോൾ പറയുന്ന റീസൺ. നിങ്ങൾ കേട്ടതായിരിക്കും. റീസൺ ഇതൊക്കെയാണ്. എന്നിട്ട് അനുമോൾ കാണിച്ചതോ അനീഷിൻ്റെ ഇമോഷൻസ് വെച്ചല്ലേ കളിച്ചത് ശരിക്കും പറഞ്ഞാൽ. ഈ ഉമ്മ കൊടുക്കുന്നു, ഇച്ചായ എന്ന് കൊടുക്കുന്നു, കുടിച്ച പാലിൻ്റെ ബാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഓവറാണെന്ന് അതിൻ്റെ അകത്ത് പലരും പറഞ്ഞിട്ട് പോലും അവർ കേൾക്കുന്നില്ല. കാരണം അനുമോൾക്ക് അതൊരു കണ്ടൻ്റാക്കി മാറ്റണം. അത് അനുമോൾ വിചാരിച്ച പോലെ തന്നെ നടന്നിട്ടുണ്ട്. അനുമോളെ പ്രപ്പോസ് ചെയ്തു അനീഷ് അതിന് ശേഷം കാണാനേ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്ന സാധനമില്ല. അനുമോൾക്ക് എങ്ങനെയെങ്കിലും ഒരു ലവ് ട്രാക്ക് റൺ ചെയ്യണമായിരുന്നു. അതിൽ ശൈത്യ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഈ മറ്റേ അയ്യോ, ഔട്ടായി പോയ അവൻ്റെ പേരും മറന്നുപോയല്ലോ. ഈ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന അവൻ്റെ പേരും മറന്നുപോയല്ലോ. എന്തായാലും അനുമോൾ അവനുമായിട്ട് ലവ് ട്രാക്ക് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഈ പെട്ടെന്ന് ഞാൻ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തുവാ ഓക്കെ, നിങ്ങൾക്ക് ആളെ മനസ്സിലായല്ലോ. ഈ അൺഫെയർ എവിക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പുറത്തുപോയി. ശൈത്യ അതിനകത്ത് പറയുന്നുണ്ട് അവനുമായിട്ട് ഒരു കോംബോ സെറ്റ് ചെയ്യാൻ അവൾ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ അതിനു മുമ്പേ ഔട്ടായിപ്പോയി എന്ന് ശൈത്യ പറയുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് അനുമോളും അതിനെപ്പറ്റി പറയുന്നുണ്ട്. അനുമോൾ അവൻ്റെ അടുത്ത് തന്നെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു കോംബോ വർക്കൗട്ട് ചെയ്ത് വന്നതാണ്, പക്ഷേ പെട്ടെന്ന് ഔട്ടായിപ്പോയി അല്ലേടാ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ തിരിച്ച് പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ പുറത്ത് പോയിട്ട് ഇതൊക്കെ ആലോചിക്കുന്നുണ്ട്, വിഷമം തോന്നി എന്നൊക്കെ. ഉറപ്പായിട്ടും അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ലവ് ട്രാക്ക് നടന്നനെ. അനുമോൾക്ക് അതായിരുന്നു ഒരു കണ്ടന്റ് വേണ്ടത്. വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അനീസിനെ പിടിച്ചു അവസാനം എങ്ങനെയെങ്കിലും. കാരണം അതിൻ്റെ അകത്ത് വേറെ ആരും ഇല്ല. പിന്നെ ആര്യൻ്റെ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മറ്റേ ഞരമ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് അത് ആദില ഉന്നയിച്ച ഒരു കാര്യമാണ്. ആദില തന്നെയാണ്. ആദില എല്ലാ കാര്യവും ഇങ്ങനെ എക്സ്പോസ്ഡ് ആക്കി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം. ഇത്ര നാൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ലായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അധികകാലം പോകത്തില്ല എന്ന്. കണ്ടല്ലോ, അധികകാലം പോകത്തില്ല. ഇത് ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെ തന്നെയാണ്. ഫേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റ ഫേക്കാണ്. ആദിലെന്ന് പറയല്ല, ഞാൻ പറയുന്ന അനുമോളുടെ കാര്യം. പോകത്തില്ല, 100% ഉറപ്പാണ്. ഇവർ ഫ്രണ്ട്സായിട്ട് പോകത്തില്ല. ചിലപ്പോൾ വീഡിയോയും ഫോട്ടോസിലും കാണിക്കാൻ വേണ്ടി ഇവർ ചിലപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മളിപ്പോഴും ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ കാണിക്കുമായിരിക്കും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റത്തില്ല. അത് 100% ഉറപ്പാണ്. ഇപ്പോൾ പറഞ്ഞു വന്നത് ആര്യൻ്റെ കാര്യം. ആദില പറയുന്നതെന്ന് പറഞ്ഞാൽ ആര്യൻ ഞരമ്പൻ എന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഒരു വീഡിയോയിലും അങ്ങനെ കണ്ടിട്ടില്ല, ആരും അത് ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും തെണ്ടിത്തരമാണ്. തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ തെണ്ടിത്തരത്തിൻ്റെ അങ്ങ് അറ്റമാണ്. ഒരു ഗെയിം കളിച്ച് ജയിക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ താറുമാറാക്കുന്ന സ്വഭാവം. അത് എന്തൊക്കെയാണ് പറയുന്നത്, ഞരമ്പൻ എന്നൊക്കെ. എന്ത് കാര്യത്തിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ മറ്റേ ഈ മാവ് ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു, മറ്റേ ടിക്കറ്റ് ഫിനാലെയുടെ. അതിൽ നൂറേറെ നേവലിലോട്ട് ആദ്യം തുറിച്ചു നോക്കി എന്ന ഒരൊറ്റ സംഭവത്തിലാണ് തുടങ്ങുന്നത്. പിന്നെ പാല് പശുവിൻ്റെ പാലോ അങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് കടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ സംഭവമൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എങ്കിലും ഈ ഞരമ്പൻ എന്നൊക്കെ പറയുന്നത്, അതായത് അപ്പോൾ ഒരു ഡിസ്കഷൻ നടന്നത് എങ്ങനെയെങ്കിലും ആര്യന ആ ഒരു പേരിൽ, അതായത് അവനിങ്ങനെ നോക്കി അവനൊരു വൃത്തികെട്ടവനാണ്, അതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത് അനുമോളാണ് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ ആ കണ്ണിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഞരമ്പൻ എന്നൊക്കെ പറഞ്ഞ ഈ അനുമോൾ ഇന്നലെ ആര്യൻ റീ എൻട്രി നടത്തിയപ്പോൾ പോയി പറയുകയാണ്, എൻ്റെ 23 വയസ്സുള്ള ഒരു ക്രഷാണ് നീ. എങ്ങനെ തോന്നുന്നതാണ് ഇത്ര ഫേക്കായിട്ട്? നിങ്ങൾ കണ്ടതാണ്.
ആര്യൻ്റെ അടുത്ത് അനുമോൾ പോയി പറഞ്ഞ ഒരു സംഭാഷണമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എൻ്റെ ഏറ്റവും ചെറിയ ക്രഷ്, 23 വയസ്സുള്ള ക്രഷാണ് നീ, ഇത് എങ്ങനെ സാധിക്കുന്നെന്നാണ് ഇത്രയും ഫേക്കായിട്ട് അതിനകത്ത് നിൽക്കുക. ഗിസേൽ വന്നപ്പോൾ ഗിസേലിൻ്റെ അടുത്തൊക്കെ പോയി മെഴുകുന്നു, പീപ്പിൾ പ്ലീസർ എന്ന് പറഞ്ഞ ഇതുപോലെ ഒരെണ്ണത്തിനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ നാട്ടുകാരി എന്ന് പറയാൻ എനിക്ക് ഉളുപ്പ് തോന്നുന്നു ശരിക്കും പറഞ്ഞു. ശരിക്കും ഇവിടെ കുറേ ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്കൊക്കെ ഷോയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പറയാൻ വെറും വൃത്തികെട്ട ഒരു സ്ത്രീ, വാ തുറന്നാൽ സദാചാരം മാത്രം പറയുന്നു. അനുമോൾക്ക് കാണിക്കുമ്പോൾ അത് തമാശ, ബാക്കിയുള്ളവർ കാണിക്കുമ്പോൾ അത് സദാചാരം. പുറത്തെങ്ങനെ പോകും, പ്രേക്ഷകരെങ്ങനെ എടുക്കും, ആ രീതിയിലാണ് അനുമോൾ അതിൻ്റെ അകത്ത് നിൽക്കണതും. ഈവൻ അനീഷിൻ്റെ പ്രൊപ്പോസൽ വന്നപ്പോൾ പോലും ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് നോ പറഞ്ഞാൽ വോട്ട് കിട്ടുമോ, അനീഷിൻ്റെ ആർമി എന്നെ അറ്റാക്ക് ചെയ്യുമോ, ഇതാണ് ചിന്ത. ഒരൊറ്റ നിലപാടെന്ന് പറയുന്ന സാധനമില്ല. സ്വന്തം ലൈഫാണ് വേണ്ട, നോ പറയാൻ അറിയില്ല, പറയില്ല. കാരണം പറഞ്ഞ കണ്ടൻറ്റ് തീർന്നു അവിടെ. അതുപോലെ പറയാനുള്ളത്, ഈ കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ തിരിച്ചു വന്നു. ഓക്കെ, ഒന്നുകിൽ അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, അവർക്കുണ്ടായ പ്രശ്നങ്ങൾ സംസാരിക്കാതിരിക്കുക. സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തുവാ, അത് തീർക്കാൻ വേണ്ടിയായിരിക്കണം സംസാരിക്കേണ്ടത്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ലാസ്റ്റ് ദിവസമായി. ഇനി ഇതിൻ്റെ അകത്ത് കയറി എങ്ങനെയൊക്കെ ഇനി ബഹളം ഉണ്ടാക്കിയാലും പ്രേക്ഷകർ അവരെ ഔട്ട് ചെയ്ത് പുറത്ത് വിട്ടതാണ്. ഇവരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇവർ പുറത്ത് പോയതാണ്. ഇനി ഇതിൻ്റെ അകത്ത് വന്ന് കിടന്ന് ഇങ്ങനെ ഇത്രയും ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് പ്രേക്ഷകർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകണില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ അകത്ത് കുറച്ചെങ്കിലും ബോധമുള്ള ആകെ ചുരുക്കം പേരുള്ളൂ, അഭിലാഷ്, ഒനിയിൽ, അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് അതായത് നമ്മൾ ഔട്ടായി പോയി, നമ്മളിവരെ ഗസ്റ്റായിട്ടാണ് വന്നത്, ആ ഒരു രീതിയിൽ നിന്നിട്ട് പുറത്തു പോവുക. ഇനി അവരവിടെ കണ്ടൻറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും പ്രേക്ഷകർക്കൊന്നുമില്ല, അവർക്കും ഒന്നുമില്ല, ഒന്നും കിട്ടാനില്ല. അത് ഇപ്പം അതിൻ്റെ അകത്ത് വെച്ചൊരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ നോക്കുക. അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ബഹളം ഉണ്ടാക്കി ആരെ കാണിക്കാനാണ്, എന്ത് വെറുപ്പിലാണെന്നോ. ഒന്നുകിൽ അത് പറഞ്ഞ് തീർക്കുക, അല്ലെങ്കിൽ അത് സംസാരിക്കാതിരിക്കുക. പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ അടിച്ചോ കുത്തിയോ ചവിട്ടിയോ തീർക്കുക. ഇത് അതിൻ്റെ അകത്ത് കിടന്ന് ഔട്ടായി പോയവർ, ഈ കണ്ടൻറ്റ് ആദ്യമേ കൊടുത്തിരുന്നെങ്കിൽ കുറേ നാളും കൂടെ അതിൻ്റെ അകത്ത് നിൽക്കുകയായിരുന്നു. അതിങ്ങനെ ഫേക്കായിട്ടല്ലേ വന്ന് നിൽക്കുള്ളൂ ആദ്യമൊക്കെ. ആ മുൻഷിയൊക്കെ ഇപ്പം എന്തൊക്കെയോ കണ്ടൻറ്റ് വാരിക്കാരി കൊടുക്കുന്നുണ്ട്. ഈ കണ്ടൻറ്റൊക്കെ ആദ്യ ആഴ്ചയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു 3-4 ആഴ്ച അതിൻ്റെ അകത്ത് സുഖമായിട്ട് നിന്ന് പോയതിനെ. വന്നിട്ട് മറ്റേ ഫേക്കായിട്ട് നന്മമരം കളിച്ചതുകൊണ്ടാണ് ആദ്യത്തെ വീക്ക് ഔട്ടായി പോയത്. പലരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. നേരെ കളിക്കാത്തത് കൊണ്ട് ഔട്ടായിപ്പോയി. ആ ഔട്ടായവർ അകത്ത് വന്ന് കിടന്ന് ബഹളം. പിന്നെ മസ്താനിയുടെ കാര്യം പറയണ്ട, മസ്താനിയുടെ അത് ഈ പഠിച്ചതേ പാടൂ എന്ന് പറയും പോലെയാണ്. എത്രയൊക്കെ കിട്ടിയാലും ആ ഒരു വൃത്തികെട്ട മറ്റേ സുരാജ് ഒരു സിനിമയിൽ പറയുമല്ലോ, എത്രയൊക്കെ ഒളിപ്പിച്ച് വെക്കാലും ആ ഫ്രോഡ് സ്വഭാവം തള്ളി തള്ളി വരുമെന്ന്. അതുപോലെയാണ് മസ്താനിയുടെ കാര്യം. എത്രയൊക്കെ ഇനി ഒളിപ്പിച്ച് വെച്ചാലും ആ വൃത്തികെട്ട സ്വഭാവം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് RJ ബിന്നിയായിട്ട് ഇന്നലെ അവിടെ അടിയായത്. ആ ഓട്ടോയുടെ കാര്യം അവിടെ പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതും സ്വന്തം അച്ഛൻ ഇമോഷൻ വെച്ചാണ് കളിച്ചത്. എന്നിട്ട് RJ ബിന്നി തിരിച്ചു വന്ന് നല്ല കൊടുത്തിട്ടുണ്ട്. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ നിനക്ക് അച്ഛനുണ്ടോ എന്ന രീതിയിലാണ് RJ ബിന്നി തിരിച്ച് ചോദിച്ചത്. ആരായാലും ചോദിച്ചു ഈ പറയുന്ന ഞാനായാലും തിരിച്ച് ചോദിച്ചു പോകും. കാരണം അങ്ങനെ രീതിയിലാണ് മസ്താനി ട്രിഗർ ചെയ്തത് ഇമോഷൻ്റെ പേരിൽ. അതവിടെ പറയേണ്ട ഒരു കാര്യമില്ല. അത് അഭിലാഷായാലും അനുമോൾ അപ്പോഴും ഒരു കാര്യം പറഞ്ഞു, അങ്ങനെ പറയണ്ടായിരുന്നെന്ന്. അത് ചിലപ്പോൾ പ്രേക്ഷകരെന്ത് വിചാരിക്കും, അതുകൊണ്ടായിരിക്കും ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാത്തത്. ആ രീതിയിൽ സംസാരിച്ചു. ഭയങ്കര വലിയ കാര്യം. മസ്താനിക്ക് അവിടെ അത് പറയേണ്ട ഒരു കാര്യമില്ല. എങ്കിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവിടെ അത്രയും വലിയൊരു അടി നടക്കത്തില്ല. കാരണം RJ ബിന്നിക്ക് അത്രയും പ്രശ്നങ്ങൾ കിട്ടിയിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട്. RJ ബിൻ, അപ്പാനി, ഈ മസ്താനിക്ക് കിട്ടിയാലും പഠിക്കത്തില്ല. ഇതിൻ്റെ അകത്തുനിന്ന് കരഞ്ഞ് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല. ശരിയായിരിക്കണം. പറയുന്ന കാര്യങ്ങൾ എവിടെ എന്ത് പറയണമെന്നുള്ളൊരു ബോധം വേണം. ഒന്നുമില്ലെങ്കിൽ ഇത്ര ഇൻ്റർവ്യൂസൊക്കെ നടത്തുന്നതല്ലേ, ആ ഒരു ബോധം കാണിച്ചൂടെ മസ്താനിക്ക്. ഇന്നലെ എന്തൊക്കെ നടന്നോ. കാരണം 50 ദിവസത്തെ ഒരു കണ്ടന്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. 50 ദിവസത്തെ ബിഗ് ബോസിലെ ആളുകൾ ആലോചിച്ചിരിക്കും പുല്ലുകളെ പിടിച്ച് ഔട്ടാക്കണ്ടായിരുന്നത്. കാരണം അമ്മാതിരി കണ്ടന്റുകളാണ്. കാരണം ഇപ്പം ആരും ഫേക്കല്ല. എങ്ങനെയാണോ അവരുടെ റിയൽ സ്വഭാവങ്ങളാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒന്നും നഷ്ടപ്പെടാനില്ല അവർക്ക്. ആ ഒരു ബോധം അവർക്ക് ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ ദിവസങ്ങൾ അവരവിടെ നിന്നനെ. ഡിസേർവിങ് ആയിട്ടുള്ള പലരും അതിനകത്ത് നിന്നനെ. അത് അതാണ് പറഞ്ഞത്, ഫേക്കായിട്ട് നിന്നാൽ കുറേ നാളൊന്നും പോകത്തില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാലോ, പിന്നെ നമ്മുടെ
നമ്മളെ രേണുസുതി പറഞ്ഞ് ഒരു കത്തിക്കങ്ങ് കത്തിച്ചു. വേറെ നല്ല റാമ്പാക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ പുള്ളിക്കാരി നമ്മുടെ അനീഷ് ആർമിയാണ്. അനീഷിൻ്റെ അടുത്ത് നീ നല്ലോണം ഗെയിം കളിക്കണം, വിഷമിക്കണ്ട, പേടിക്കണ്ട. അപ്പോൾ അനീഷ് ഊക്കി എടുത്തു, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ നിന്നെ പേടിക്കണം, ആ രീതിയിലായിരുന്നു അനീഷിൻ്റെ സംസാരം. അപ്പോൾ ആ ഒരു ഒറ്റ സാധനത്തിൽ രേണുസുതി തീർന്നു. വന്നു, കുറേ മുടിയൊക്കെ കളർ ചെയ്തു, അവിടെ വന്ന് റാമ്പ് വാക്കൊക്കെ ചെയ്തു, കത്തിച്ചു പോയി. പക്ഷേ കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വന്ന് എപ്പോഴാണ് മറ്റേ വീഡിയോ കാണിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ചിരുന്നു. അപ്പോൾ അത് നല്ലൊരു വീഡിയോ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് മറ്റൊരു വേൾഡ് തന്നെയാണ്. കാരണം അവർക്ക് ഇനി അങ്ങനെ ഒരു വേൾഡ് കിട്ടാൻ പോണില്ല. കാരണം തീർന്നു, സീസൺ 7 തീർന്നു അങ്ങനെ ഒരു സംഭവം. കാരണം അതായത് ഫോണില്ല, ടാസ്കുകൾ ജയിക്കണം, വോട്ട് കിട്ടണം, മുന്നോട്ട് പോകണം. അതായത് ഒരു പ്രഷർ കുക്കറിൻ്റെ അകത്താണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് അത്ര നാൾ. അപ്പോൾ അത് വേറൊരു ലോകം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു ലോകത്തിൻ്റെ ഒരു വീഡിയോ. പക്ഷേ മിസൈൽ അതിലില്ലായിരുന്നു, ഏറ്റവും അവസാനമാണ് വന്നത്. എന്തായാലും വന്നു. അപ്പോഴാണ് അനുമോളുടെ പ്ലേസിങ്. ഓ, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, എല്ലാവരെയും, ആരെയും വെറുതെ വിട്ടിട്ടില്ല അനുമോള്. എല്ലാവരുടെ അടുത്തും പോയി മറ്റേ ഇങ്ങനെ താങ്ങി താങ്ങി നിൽപ്പുണ്ട്. പ്രേക്ഷകരെന്ന് വിചാരിക്കും വോട്ട് കിട്ടണമല്ലോ. ആലോചിക്കണ്ടേ, വോട്ട് കിട്ടണമല്ലോ, വോട്ട് കിട്ടിയാലല്ലേ നമ്മൾ ജയിക്കുകയുള്ളൂ. കാരണം എന്തെങ്കിലും കണ്ടന്റ് കൊടുത്താലല്ലേ പി ആറിന് വെളുപ്പിക്കാൻ പറ്റുള്ളൂ. അയ്യോ അനുമോള് ഒന്നും മനസ്സിൽ വെക്കാത്ത കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വെളുപ്പിക്കണമല്ലോ. അതുകൊണ്ട് അതിൻ്റെ അകത്ത് അനുമോള് കൊടുത്ത കണ്ടന്റ് എന്തോന്നാണ്, ചപ്പാത്തി കള്ളി, എന്നെ അടിച്ച് പ്ലാച്ചി, അങ്ങനെ മൂട്, ഇതൊക്കെയാണ് കൊടുക്കണ കണ്ടന്റ്. ഇതൊക്കെ എങ്ങനെ ഈ പി ആർ ടീമിനെ സമ്മതിക്കണം, എങ്ങനെ ഇതൊക്കെ വെളുപ്പിച്ചെടുത്തെന്ന്. ഈ സദാചാരം പറച്ചിൽ, ഈ വാ തുറന്ന വൃത്തികെട്ട തീട്ട വർത്താനം, അങ്ങനെയാണ് പറയണം. ഈ വൃത്തികെട്ട തീട്ട വർത്താനം പറയുന്ന അനുമോളെ ഇത്രയും വെളുപ്പിച്ചെടുത്തെങ്കിൽ പി ആറിന് 16 ലക്ഷം ഒന്നും കൊടുത്താൽ പോരാ. എടുത്ത് പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫ്രീ പ്രൊമോഷനാണ് ആ ടീമിന് വേണ്ടിയിട്ട്. ആരായാലും അടുത്ത ബിഗ് ബോസിൽ പോകുമ്പോൾ അവരെ എടുത്തോ, ജയിച്ചിരിക്കും. നിങ്ങൾ ഇനി എത്ര സദാചാരം പറഞ്ഞാലും വോട്ട് പറിച്ച് നിങ്ങളെ ജയിപ്പിച്ചിരിക്കും. ഈ കാണുന്ന സാധാരണക്കാരാണ് ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാർ. ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാർ. കാരണം അത് ഇതിൻ്റെ അകത്ത് നടക്കുന്ന എന്തൊക്കെയാണ്, അതായത് ആ ഒരു ഷോ ഇഷ്ടപ്പെട്ട് കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ ശരിക്കും മണ്ടന്മാരാക്കും പോലുള്ളവരാണ് ഇതിൻ്റെ അകത്ത് ഈ പി ആർ കൊടുത്ത് ജയിക്കുന്നവർ. അല്ലയോ, ഒന്ന് ആലോചിച്ചു. പി ആർ നിങ്ങളെന്താണ്, നിങ്ങൾ എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം കണ്ടന്റ് അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട് എന്ന രീതിക്ക് അതിൻ്റെ അകത്ത് നിന്ന് നോക്കി. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. പക്ഷെ ആരും നിൽക്കത്തില്ല. ഈ പറയുന്ന ഞാൻ നാളെ പോയാലും പി ആർ കൊടുക്കും. കാരണം അതിൻ്റെ അകത്ത് വരുന്ന എല്ലാവരും പി ആർ കൊടുത്തിട്ടായിരിക്കും വരുന്നത്. ഈ പി ആർ എന്ന ഒരു സംഭവം തന്നെ എനിക്കൊന്ന് 3-ാമത്തെ 4-ാമത്തെ സീസൺ തൊട്ടാണ് ഭയങ്കരമായിട്ട് ഹൈപ്പാവാൻ തുടങ്ങിയത്. പി ആർ കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കും. കാരണം എല്ലാവരും അങ്ങനെയാണ് വരുന്നത്. പൈസ ഉള്ളവർ നല്ല ടീമിനെ പിടിക്കും, പൈസ ഇല്ലാത്തവർ അത്യാവശ്യം ചെറിയ ടീമിനെ പിടിച്ചിട്ട് ഒരു കൂടിപ്പോയാൽ 2 ആഴ്ച 3 ആഴ്ച നിൽക്കും. പറഞ്ഞു പോകാനാണ് ഒരുപാടുണ്ട്. അനുമോളുടെ കണ്ടന്റ് തന്നെ ഒരുപാടുണ്ട് പറയാം. പക്ഷെ വേണ്ട, എന്തായാലും കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്, പുറത്ത് വരുന്നില്ല. അത് എഡിറ്റേഴ്സാണ് എഡിറ്റ് ചെയ്ത് കളയുന്നത്. കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, പുറത്തിറങ്ങി ആദിലൊരു ഇൻ്റർവ്യൂ ഒക്കെ കാണുമല്ലോ. അതുപോലെ ആദില എവിക്റ്റായി എന്നാണ് പുതിയൊരു ന്യൂസ് കേൾക്കുന്നത്. ആദില എവിക്റ്റായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. കറക്റ്റായിട്ടൊരു പിടിയുമില്ല. കുറേ ന്യൂസും മീൻസ് കുറേ റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് ആദില എവിക്റ്റായി എന്നാണ് പറയുന്നത്. അറിയില്ല, കാരണം എവിക്ഷൻ എങ്ങനെയാണെന്നോ. കാരണം ഫൈനൽ 7 എന്നാണ് ഇന്നലെ അനൗൺസ് ചെയ്തത്. എന്നിട്ട് എവിക്റ്റായി ഇല്ലെന്ന് അറിയില്ല. പല ഓൺലൈൻ മീഡിയാസിലും പേജസിലും വരുന്നത് ആദില എവിക്റ്റായി എന്നൊക്കെയാണ്. ഒരു പിടിയുമില്ല. കാരണം എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്, ആര്യൻ ഒരു തവണ എവിക്റ്റായി എന്നും പറഞ്ഞൊരു ന്യൂസ് വന്നായിരുന്നു. അന്ന് എനിക്ക് ആര്യനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അന്ന് എനിക്ക് ഓക്കെ, ആര്യനെ എവിക്റ്റായി, ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ എവിക്റ്റായില്ലായിരുന്നു. അതുകൊണ്ട് ഇതും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു 50-50 ചാൻസ് ഉണ്ട്. ആദില എവിക്റ്റായി എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഇനി എന്തായാലും കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.